മൊത്തം ദുരൂഹതയാണ്. കാരണം ഈ ഗോവിന്ദച്ചാമി എന്ന് പറയുന്നവൻ ജയിൽ ചാടിയിട്ടുള്ളത് രാത്രി 1:15-നാണ്. സാധനങ്ങളൊക്കെ, അതായത് ജയിൽ ചാടേണ്ട എല്ലാ സാധനങ്ങളും ജയിലിൽ തന്നെ ഉണ്ട്. നല്ല കാര്യം. സമൂഹ മാധ്യമങ്ങളിൽ നിന്നും 8842 അക്കൗണ്ടുകൾ നീക്കം ചെയ്യണമെന്ന് ബാംഗ്ലൂരു സിവിൽ കോടതി ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ട്. അതായത് ഹലോ ഹായ്, SPT ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോവിന്ദച്ചാമി ആരാണെന്ന് മലയാളികളോട് ചോദിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഈ ഗോവിന്ദച്ചാമി ചെറുതായിട്ടൊന്ന് ജയിലിയാടി. എന്നാൽ ഉച്ചയാകുമ്പോഴേക്കും ആളെ പൊക്കിയിട്ടുണ്ട്. നാട്ടുകാരും പോലീസും ചേർന്ന് ആളെ പൊക്കി. ഇതിന്റെ പേരിൽ 2-3 പോലീസിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഡ് ചെയ്ത് എന്തിനാണെന്നല്ലേ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് ഗോവിന്ദച്ചാമിയുടെ പ്ലാനിങ് എന്താണെന്ന് നമുക്കൊന്ന് കാണാം. ഗോവിന്ദച്ചാമിയുടെ പ്ലാൻ എന്ന് പറയുന്നത് 3 മാസം മുമ്പ് ആസൂത്രണം ചെയ്യാൻ തുടങ്ങിയതാണ് ഈ ഒരു കാര്യം. എന്നാൽ ഒരു ദിവസം പോലും എത്തിയില്ല, അതിനു മുമ്പേ ആളെ പൊക്കിയിട്ടുണ്ട്. ശരീരഭാഗം പകുതിയാക്കാൻ ചോറ് ഒഴിവാക്കി, ചപ്പാത്തി മാത്രം കഴിച്ചു. ബിരിയാണി വേണമെന്ന് പറഞ്ഞ് ജയിലിൽ പ്രശ്നമുണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ഈ ഗോവിന്ദച്ചാമി എന്ന് പറയുന്നത്. ആ വ്യക്തി ചോറും വേണ്ട, എനിക്കിനി ചപ്പാത്തി മാത്രം മതി എന്ന് പറയുമ്പോൾ അത് ചിന്തിക്കണം എന്തിനു വേണ്ടിയിട്ടാണെന്ന്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ കാരണമെന്ന്. കാരണം ബിരിയാണിക്ക് വേണ്ടി കച്ചറ ഉണ്ടാക്കിയ വ്യക്തിയാണ്. ആ വ്യക്തി ചപ്പാത്തി മതി എന്ന് പറയുമ്പോൾ ഒരു കോമൺ സെൻസ് ഒന്ന് ഉപയോഗിക്കായിരുന്നു. എന്താണ് അവന്റെ പുറപ്പാടെന്ന്. ഉപ്പ് വെച്ച് സെല്ലിന്റെ കമ്പികൾ തുരുമ്പിപ്പിച്ചു. തുരുമ്പിച്ച കമ്പികൾ മുറിക്കാൻ ടൂളുകൾ, അതായത് ബ്ലേഡ് ആയിരുന്നു, ബ്ലേഡ് തയ്യാറാക്കി എന്ന് പറയുമ്പോൾ ബ്ലേഡ് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ തന്നെ ഗോവിന്ദച്ചാമി സമ്മതിച്ചു. ബ്ലേഡ് തന്നിട്ടുള്ളത് ജയിലിലുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ജയിലിന്റെ മതിലിന് മുകളിലെ ഫാൻസിങ് വൈദ്യുതി ഇല്ല എന്ന് മനസ്സിലാക്കി. പിന്നെ എന്തിനാണ് അത് അവിടെ വെച്ചിട്ടുള്ളത്? ഈ ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞവൻ ജയിൽ ചാടിയിട്ടുള്ളത് ഉച്ചക്ക് 1:15-നല്ല, രാത്രി 1:15-നാണ്. രാത്രി 1:15-ന് ആ ഫാൻസിങ്ങിൽ വൈദ്യുതി ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് അത് അവിടെ വെച്ചിട്ടുള്ളത്? എന്തിന്റെ കാര്യമാണത്? ദിവസങ്ങളെടുത്ത് പതിയെ കമ്പികൾ മുറിച്ചു. മതിലിന്റെ ഉയരം മറികടക്കാൻ ഡ്രമ്മുകൾ ഉപയോഗിച്ചു. സാധനങ്ങളൊക്കെ, അതായത് ജയിൽ ചാടേണ്ട എല്ലാ സാധനങ്ങളും ജയിലിൽ തന്നെ ഉണ്ട്. നല്ല കാര്യം. ഉണങ്ങാൻ ഇട്ടിരുന്ന തുണികൾ കൈകാലുകളായി കെട്ടി. അത് വെച്ച് ഫാൻസിങ്ങിലൂടെ രക്ഷപ്പെടാൻ തുണികളാണ് ഉപയോഗിച്ചതെന്ന് ആള് പറഞ്ഞു. ഇത് ഉപയോഗിച്ചാണ് ജയിലിന്റെ പ്രധാന മതിൽ ചാടിയത്. കണ്ണൂർ സെൻട്രൽ പ്രിസൺ എന്ന് പറയുന്നത് ഏറ്റവും സുരക്ഷയുള്ള ഒരു പ്രിസൺ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അവിടെ നിന്നാണ് 1.5 കൈയും വെച്ചിട്ട് ഇവൻ ചാടിയിട്ടുള്ളത്. ഇലക്ട്രിക് ഫാൻസിങ്ങിൽ വൈദ്യുതി ഇല്ല. എന്താണ് ഇതിനൊക്കെ പറയപ്പോൾ? ഇതിൽ മൊത്തം ദുരൂഹതയാണ്. കാരണം ഈ ഗോവിന്ദച്ചാമി എന്ന് പറയുന്നവൻ ജയിൽ ചാടിയിട്ടുള്ളത് രാത്രി 1:15-നാണ്. ഇത് ജയിൽ അധികൃതർ അറിയുന്നു എന്ന് പറയുന്നത് രാവിലെ 5:15-നാണ്. അതിനുശേഷം 7:15 7:30 ആയിട്ടാണ് ഇവർ പോലീസിനെ ഈ വിവരം അറിയിച്ചിട്ടുള്ളത്. എന്താണ് ഇത്ര വലിയ ഡിലേ വന്നിട്ടുള്ളത്? ഇത്രയും സുരക്ഷ ഉള്ള ഒരു സെൻട്രൽ പ്രിസണിൽ നിന്നും ഒരു വ്യക്തി ജയിൽ ചാടിയിട്ട് അറിഞ്ഞ് പിന്നെ പോലീസിനെ അറിയിക്കാൻ വീണ്ടും ലേറ്റ് ആക്കി. അത് എന്തുകൊണ്ടാണ് ഇത്ര വലിയ ഒരു ഡിലേ വന്നിട്ടുള്ളത്? അത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കണം, അവൻക്ക് 1.5 കഴിയേ ഉള്ളൂ. ആ കൈ വെച്ചിട്ടാണ് അവൻ ഈ ഒരു മതിലൊക്കെ എടുത്ത് ചാടിയെന്ന് പറയുന്നത്. കണ്ണൂർ സെൻട്രൽ പ്രിസന്റെ മതിലിന്റെ ഉയരം നമുക്കറിയാം, അത്രയും വലിയ ഉയരമാണ്. അത് അവൻ എങ്ങനെയാണ് 1.5 കൈയും വെച്ചിട്ട് ചാടിയിട്ടുള്ളത്? അത് മാത്രമല്ല, അവൻ ചാടി, അവന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ജയിൽ ചാടിയത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഒരു അമ്പലത്തിൽ പോയി അവിടെ മോഷ്ടിക്കാനാണെന്നാണ് മൊഴി കൊടുത്തിട്ടുള്ളത് ഈ ഗോവിന്ദച്ചാമിയെ റോഡരികിൽ നിന്നും കണ്ട വ്യക്തിയെ ഭീഷണിപ്പെടുത്തി കൊന്നു കളയുമെന്ന് പറഞ്ഞു. അതുമാത്രമല്ല, ഇപ്പോൾ മൊഴിയായിട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയൊരു കുറ്റം ചെയ്താലും എന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്. അതായത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇവൻ ആരും സഹായിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? സഹായിക്കാതെ ഒരിക്കലും അവനിക്ക് ആ ജയിലിൽ ചാടാൻ പറ്റില്ല. ഇത്രയും സജ്ജീകരണം, അതായത് കമ്പി മുറിക്കുന്നു, അത്രയും വലിയ മതിലുകൾ ചാടുന്നു, ആ സമയം തന്നെ അവിടുത്തെ ഇലക്ട്രിക് ഫാൻസിങ്ങിൽ വൈദ്യുതി ഇല്ല. എന്തുകൊണ്ട്? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളുണ്ട്. ഇതിലിപ്പോൾ 2-3 പോലീസിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്? നമ്മൾ എപ്പോഴും കാണാറുണ്ട്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ പോലീസിനെ സസ്പെൻഡ് ചെയ്യും. അവർക്ക് പിന്നെ എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? 1-2 മാസം ആകുമ്പോഴേക്കും അവരെ തിരിച്ചെടുക്കും. പരിപാടി ക്ലോസ്ഡ്. ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്, ഈ സസ്പെൻഡ് ചെയ്ത വ്യക്തികൾ, ഈ പോലീസ് ഓഫീസേഴ്സ് ചിലപ്പോൾ നിരപരാധികളായിരിക്കും. എന്നാൽ യഥാർത്ഥ സഹായിച്ച വ്യക്തികൾ ഇപ്പോൾ സുരക്ഷിതമായിട്ട് ചിലപ്പോൾ അവിടെ നിൽക്കുന്നുണ്ടാവും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഈ വ്യക്തിയെ സഹായിച്ചില്ല, അല്ലെങ്കിൽ സഹായിക്കാൻ ആരുമില്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഹാജരായിട്ടുള്ളത് ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന, ഓരോ സിറ്റിങ്ങിനും വാങ്ങിക്കുന്ന അഡ്വക്കേറ്റ് ആയിരുന്നു. ആ സമയേ എല്ലാവരും പറയാറുണ്ടായിരുന്നു. നമുക്കറിയാം, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ
ആ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു പ്രശ്നം അവിടെ ഇടുകയാണ് സാധാരണ രീതിയിൽ ചെയ്യാറ്. ഇപ്പോൾ നമ്മളുടെ സംസ്ഥാനത്താവട്ടെ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനായിട്ടും സംസാര വിഷയം എന്ന് പറയുന്നത് ധർമ്മസ്ഥലത്തെ കുറിച്ചാണ്. നൂറുകണക്കിന് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു കൊന്നു എന്നാണ് അവിടുന്ന് കിട്ടിയിട്ടുള്ള സാക്ഷിമൊഴി. സാക്ഷി പറഞ്ഞിട്ടുള്ളത് അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ്. ആ വ്യക്തി തന്നെ ഒരുപാട് ഇതുപോലത്തുള്ള ബോഡികൾ മറവ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഇപ്പോഴുള്ള ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേർ ഇപ്പോൾ മരണ ഭയത്തിലാണ്. അതുപോലെ തന്നെ ഒരു CBI വർക്ക് ചെയ്യുന്ന ഓഫീസറിന്റെ മകളെ അവിടെ കാണാണ്ടായിട്ടുണ്ടായിരുന്നു 22 വർഷം മുൻപ്. അവർ കംപ്ലൈന്റ് കൊടുത്തത് ഇപ്പോഴാണ്. അതിന് അവർ പറഞ്ഞ കാരണം എന്ന് പറയുന്നത് 22 വർഷം മുമ്പ് മിസ്സായപ്പോൾ അന്വേഷിച്ചു. ഒരു ദിവസം മുഴുവനും അവിടെ അന്വേഷിച്ചതിന് ശേഷം അന്ന് രാത്രി അവർ ഫേസ് ചെയ്ത സംഭവമായിരുന്നു. അവരെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി കുടുംബം അടക്കം തീർത്ത് കളയുമെന്ന് പറഞ്ഞ ആ ഒരു പേടിയിൽ അവർ കംപ്ലൈന്റ് കൊടുത്തില്ല. എന്നാൽ 22 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ആ CBI ഒരു ഉദ്യോഗസ്ഥ ഇപ്പോൾ കംപ്ലൈന്റുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അവരുടെ മകളെ ആ സമയം 22 വർഷം മുമ്പ് കാണാതായി എന്ന് പറഞ്ഞിട്ട്. ഒരു CBI വർക്ക് ചെയ്യുന്ന ഓഫീസറിന് പോലും കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്താണ്? ഇപ്പോൾ ഏകദേശം ധർമ്മസ്ഥല കൊലപാതകങ്ങളെ കുറിച്ച് മിണ്ടരുത്. സമൂഹ മാധ്യമങ്ങളിൽ നിന്നും 8842 അക്കൗണ്ടുകൾ നീക്കം ചെയ്യണമെന്ന് ബാംഗ്ലൂരു സിവിൽ കോടതി ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ട്. അതായത് ഇതിനെക്കുറിച്ച് മിണ്ടരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും അധികം കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കുക ചെയ്യേണ്ടത്, അല്ലാതെ ഇതിനുവേണ്ടി സംസാരിക്കുന്നവരെ വായ പൊത്തിക്കെട്ടുകയല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ തന്നെ അതിന് അന്വേഷിക്കാൻ വന്ന ഓഫീസേഴ്സിൽ പലരും ഇപ്പോൾ ഭയന്നിട്ടോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടോ ഇപ്പോൾ അവർ അന്വേഷിക്കാൻ വിസമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം ഗോവിന്ദചാമിക്ക് നല്ല ഹോൾഡാണ്. ഒരുപക്ഷെ ഇത് ഒരു ഡ്രാമ ആയിരിക്കാം. അതായത് ജയിൽ ചാടുക, അതിനുശേഷം പിടികൊടുക്കുക, ഖലാസ്, പരിപാടി കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇനി മുതൽ നമ്മളുടെ കുറച്ച് ദിവസത്തെ 2-3 ദിവസത്തിലുള്ള മാധ്യമങ്ങളിലുള്ള ചർച്ചകളൊക്കെ ഗോവിന്ദചാമി എങ്ങനെ ചാടി, എന്തിന് ചാടി, ആര് സഹായിച്ചു എന്നായിരിക്കും. അതായത് ഈ ഒരു വിഷയം അവിടെ മുങ്ങിപ്പോവും. ഈ ഗോവിന്ദചാമിയുടെ വിഷയത്തിൽ ഈ UP-യിലും ഹൈദരാബാദിലും ഒക്കെ നടക്കുന്ന എൻകൗണ്ടർ കില്ലിങ്സ് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഇനി ഈ ഗോവിന്ദചാമിയെ പിടിച്ചു ജയിലിലടക്കും. അവൻക്ക് ഇനി ബിരിയാണിയും അല്ലെങ്കിൽ നല്ല ഫുഡൊക്കെ കൊടുത്തിട്ട് കുറച്ചും കൂടി ഉഷാറാക്കും അല്ലെ. ഇതൊക്കെ കാണുമ്പോഴാണ് വെടിവെച്ച് കൊന്നാ മതി എന്ന് തോന്നുക, അല്ലെങ്കിൽ ഇസ്ലാമിക് കൺട്രീസിന്റെ നിയമം കൊണ്ടുവരണം എന്ന് തോന്നുന്നത് ഇതേപോലെയുള്ള സാഹചര്യത്തിലാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.